വഖഫ് ബോർഡിന് ലഭിച്ച അമിത അധികാരം എങ്ങനെ ദുരുപയോഗപ്പെടുത്തി എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറൈ ഗ്രാമം. ഗ്രാമം മുഴുവൻ തങ്ങളുടേതെന്ന് അവകാശപ്പെട്ട വഖഫ് ബോർഡ് 1500 വർഷം പഴക്കം ചെന്ന ക്ഷേത്രത്തെ പോലും വെറുതെ വിട്ടില്ല. നിർണായക ബിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു തിരുച്ചിറപ്പള്ളി വിഷയം പാർലമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. തിരുച്ചിറപ്പള്ളി ജില്ലയിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തനത് തമിഴ് ഗ്രാമമാണ് തിരുച്ചെന്തുറൈ. 1500 വർഷം പഴക്കമുള്ള സുന്ദരേശ്വര ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ ഗ്രാമം മുഴുവൻ തങ്ങളുടേതാണെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് അവകാശപ്പെടുന്നു. ഒരു പ്രദേശവാസി തന്റെ കൃഷിഭൂമി വിൽക്കാനെത്തിയപ്പോൾ തന്റെ 1.2 ഏക്കർ വരുന്ന വസ്തു തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെതാണെന്നും അത് വിൽക്കണമെങ്കിൽ ബോർഡിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നും പറഞ്ഞു. തുടർന്ന് തമിഴ്നാട് വഖഫ് ബോർഡിൽ നിന്ന് ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവകാശപ്പെടുന്ന 20 പേജുള്ള രേഖയും സബ് ഓഫീസ് രജിസ്ട്രാർ പ്രദേശവാസിക്ക് നൽകി. തിരുച്ചെന്തൂർ വില്ലേജിലെ ഭൂമികളെല്ലാം വഖഫ് ബോർഡിൻ്റെതാണെന്നും അത് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ചെന്നൈയിലെ ബോർഡ് ഓഫീസിൽ നിന്ന് NOC വാങ്ങണമെന്നുമായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഇതോടെ ആശയക്കുഴപ്പത്തിലായ പ്രദേശവാസി തന്റെ വസ്തുവിന്റെ രേഖകൾ പരിശോധിച്ചെങ്കിലും അത്തരം അവകാശവാദങ്ങളൊന്നും കണ്ടെത്താനായില്ല. അവകാശവാദങ്ങൾ ആദ്യം വിശ്വസിക്കാൻ കഴിയാതിരുന്ന ഗ്രാമവാസികൾ ഉടൻ തന്നെ ഇക്കാര്യം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയായിരുന്നു. അതേസമയം വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച പ്രദേശത്ത് മുസ്ലിങ്ങൾ താമസിച്ചിരുന്നതിനെക്കുറിച്ച് യാതൊരു തെളിവുമില്ലെന്ന് പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നു. കൂടാതെ 1927-28 കാലഘട്ടത്തിലാണ് ഇവിടെ പുനരധിവാസം നടന്നതെന്നും രേഖകൾ തെളിയിക്കുന്നു. അതിനിടെ നിരവധി ജില്ലകളിലെ സ്വത്തുവകകളിൽ അവകാശവാദം ഉന്നയിച്ച് വിവിധ രജിസ്ട്രേഷൻ ഓഫീസുകൾക്ക് കത്ത് നൽകിയിരിക്കുകയാണ് തമിഴ്നാട് വഖഫ് ബോർഡ്. ന്യൂസ് ഡെസ്ക് ജനം.